തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് UDF യോഗത്തിലെടുത്ത തീരുമാനത്തിൽ വളരെ സന്തോഷമെന്ന് PV അൻവർ. UDF തീരുമാനം നടപടിക്രമത്തിന്റെ ഭാഗമാണ്. താൻ കുടയിൽ ഒതുങ്ങാത്ത വടിയാണെന്ന് വരുത്തി തീർക്കാൻ CPM ശ്രമിച്ചെന്നും എന്നാൽ താൻ കുടയിൽ ഒതുങ്ങുന്ന വടി തന്നെയാണെന്നും അൻവർ പറഞ്ഞു. മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് UDFുമായി ഒരു തരത്തിലുള്ള വിലപേശലുമില്ല. TMCയായി തന്നെ UDFിനൊപ്പം നിലനിൽക്കും. നിലമ്പൂരിൽ UDF വലിയ മാർജിനിൽ തന്നെ വിജയിക്കുമെന്നും അൻവർ പറഞ്ഞു. വളരെ സന്തോഷം. കാരണം കുറച്ച് ദിവസമായിട്ട് CPMലെ വളരെ കുറഞ്ഞ സൈബർ പോരാളികൾ ഒരു വാപ്പല്ലാത്ത കുട്ടി ഇങ്ങനെ നടക്കല്ലേ, അത് അവസാനിച്ചല്ലോ. ഒന്ന്. രണ്ടാമത് പിന്നെ നാളെ തൊട്ട് പറയാനുണ്ടാവും എന്താ, ക്ഷണിതാവാണ്, അസോസിയേറ്റാണ്, ആനയാണ്, ചേട്ടനാണ് ഒക്കെ പറയട്ടെ. സാധാരണ ഒരു പുതിയ ബന്ധം നമുക്കറിയാം. ഒരു ബന്ധം ഉണ്ടാവുമ്പോൾ ഒരു വിവാഹ ബന്ധമാണെങ്കിൽ എത്ര സ്റ്റെപ്പ് കഴിയണം? ആദ്യം ഒരു കുട്ടികൾ തമ്മിൽ കാണണം, അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക, കുടുംബങ്ങൾ തമ്മിൽ ഒരു നിശ്ചയം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഒത്തുകല്യാണമോ നിക്കാഹോ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടാണ് കല്യാണം ഉണ്ടാവുക. എല്ലാ ബന്ധങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് പോകും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് നോക്കിയ പ്രധാനമന്ത്രി ഇവിടെ വരികയാണ്. നമ്മുടെ വിഴിഞ്ഞം ഉദ്ഘാടനം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്ത കാര്യമൊക്കെ നമുക്കറിയാം. ഇന്നലെ അത് തീരുമാനമായി. പ്രതിപക്ഷ നേതാവിന് സ്റ്റേജിൽ തന്നെ വളരെ നല്ലൊരു സീറ്റ് അവർ പ്രൊവൈഡ് ചെയ്തു. പക്ഷേ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് ഒരു ഘട്ടത്തിൽ അപമാനിച്ച് വിട്ടിട്ട് ഇനി അതിൽ പോകണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ പ്രതിപക്ഷ നേതാവിന് വേണമെങ്കിൽ ഇന്ന് അതിൽ പങ്കെടുത്തുകൊണ്ട് ഇന്നത്തെ ചർച്ച നീട്ടിക്കൊണ്ട് പോകാമായിരുന്നു. അദ്ദേഹം വളരെ റിസ്ക് എടുത്തിട്ടാണ് കോഴിക്കോട് വന്ന് ഈ ചർച്ച നടത്തി അദ്ദേഹത്തിന് ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച്, തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചും ഇപ്പോൾ അവരെടുത്ത തീരുമാനം ഞങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ചർച്ച ചെയ്യാനുണ്ടാവും. നിങ്ങൾ എന്താ പറയുന്നത്? കഴിഞ്ഞ ഇങ്ങനെ ഈ ഒരു രീതിയിലെ പൊളിറ്റിക്സ് മാറി മറിഞ്ഞപ്പോ എന്താ അൻവറിനെ കുറിച്ചിട്ടുള്ള മൊത്തത്തിലുള്ള ചിത്രം? കോട്ടയിൽ ഒടുങ്ങാത്ത വടിയാണ് കേട്ടോ, എവിടെയും പിടിച്ചാൽ കിട്ടില്ല. നമ്മൾ തന്നെ പ്രതിസന്ധിയിലാകും. അതിന് ഉപോത്ഭകമായി പല എന്താ പറയുക തെളിവുകളും പഴയ കാലത്തെ പല അനുഭവങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു രീതി ഇവിടെ അവലംബിച്ചിട്ട് പോലും ഞാൻ അത്ര മോശക്കാരൊന്നുമല്ല, ഞങ്ങൾക്കറിയാം, ഞാൻ പ്രതികരിക്കാറുണ്ട്. പക്ഷെ ഈ വിഭാഗം ഉണ്ടാക്കിയെടുത്തത് ഞാൻ കൊടയിൽ ഒതുങ്ങാത്ത വടിയാണ്. അത് പരിപൂർണമായും തെറ്റാണ് എന്നത് UDF ലീഡർഷിപ്പിനും കോൺഗ്രസ് ലീഡർഷിപ്പിനും അറിയാം. മമതാ ബാനർജിയെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൊണ്ടുവരാനാണ് ശ്രമം. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മമത എത്തിയേക്കുമെന്നും അൻവർ പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു ആഗ്രഹം സ്വാഭാവികമായിട്ട് നമ്മൾ പ്രകടിപ്പിക്കുമല്ലോ. മാത്രമല്ല, ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയത്തിന് എന്ത് വില കൊടുത്തും ജീവൻ കൊടുത്തു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി 42 MP രാജ്യത്തിൻ്റെ പാർലമെന്റിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ നേതാവും മുഖ്യമന്ത്രിയാണ് അവർ. ആ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തെ കഴിഞ്ഞ 14 കൊല്ലം കൊണ്ട് അവിടെ ഉണ്ടാക്കിയ വികസനങ്ങൾ മാതൃകാപരമാണ്. അത് ഇവിടെ ഈ രാഷ്ട്രീയത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ധീര്യമായി സംസാരിച്ച് അതിനൊരു സാധ്യതയുണ്ടെങ്കിൽ UDF ലീഡർഷിപ്പുമായി സംസാരിച്ച് അവരെ നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പ്രസംഗത്തിന് അവരെത്തും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാരവാഹികളെന്ന് അവകാശപ്പെട്ട് പ്രചാരണം നടത്തുന്നവരെ അൻവർ പരിഹസിക്കുകയും ചെയ്തു. വേറെ തൃണമൂൽ ഇവിടെ ഉണ്ട് ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ടതാണ് ചോദ്യം. ഞാനത് വളരെ എന്താ പറയുക തമാശയോട് കൂടി പറയുന്നത്. കോഴിക്കോട് നമ്മുടെ ചിത്രാംഗ ആശുപത്രി, കുതിരവട്ട ആശുപത്രി ഉണ്ടല്ലോ, നെഹ്റു പ്രധാനമന്ത്രിയാകുമ്പോൾ അവിടെ വന്നു. കോഴിക്കോട് വന്ന സമയത്ത് കുതിരവട്ടം ചിത്രാംഗ ആശുപത്രി പരിശോധിക്കാൻ പോയി. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി അംഗമിട്ട് ഈ പറഞ്ഞ പോലെ ചില ആളുകളവിടെ നിൽക്കുന്നുണ്ട് ഗ്രില്ലിൻ്റെ അകത്ത്. അപ്പോൾ കൂടുതലുള്ള ആൾ പറഞ്ഞിട്ട് ദിസ് ഇസ് ജവഹർലാൽ നെഹ്റു, അല്ലല്ല ദിസ് ഇസ് ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പറഞ്ഞുകൊടുത്ത് മലയാളത്തിൽ പറഞ്ഞു. അപ്പോൾ അവിടെ ആ പറഞ്ഞോ കേട്ടോ എന്താ പറഞ്ഞറിയോ, ഞാൻ ചെല്ല് ഞാനും തന്നെ പറഞ്ഞു, ഞാൻ റൂമിൽ പോയി കിടന്നു പറഞ്ഞു. മനസ്സിലായില്ല. അപ്പോൾ
നിലവാരത്തിൽ ഒരു ഇവിടെ ഉണ്ട്. അതിനിപ്പോ തീർച്ചയൊന്നുമില്ല, അതങ്ങനെ നടന്നുകൊണ്ട് പോകും. എടവണ്ണ ഒതായിലെ വസതിയിൽ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു PV അൻവർ. ഈസ്റ്റ് ലൈവ് എടവണ്ണ.